ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കിങ്ഡം ട്രംപറ്റേഴ്സ് മിനിസ്ട്രി വെൽക്കം ചെയ്യുന്നു. 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ഇന്നും നമുക്കും അതേ ആഗ്രഹത്തോടെ അതേ അപേക്ഷയോടെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ദാവീദ് പറയാ, എനിക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ, ഒരു കാര്യം മാത്രം ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ, എന്നും എന്റെ കർത്താവിന്റെ മുഖം, ആ മനോഹരത്വം എനിക്ക് കാണണം, എന്നും എന്റെ കർത്താവിന്റെ ആലയത്തിൽ എനിക്ക് പാർക്കണം, എന്നും എന്റെ കർത്താവിനെ എനിക്ക് ധ്യാനിക്കണമെന്ന്. ഇന്ന് നമുക്കും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ശൂനേംകാരത്തിയോട് ജെറൂസലേം പുത്രിമാര് ചോദിക്കുക, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളത്? അവൾ പറയുക, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. ഇന്ന് നമ്മുടെ കർത്താവ് 10,000 പേരിൽ അതിശ്രേഷ്ഠനായ നമ്മുടെ കർത്താവിന്റെ മനോഹരത്വം കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കർത്താവിനെ പൂർണ്ണ ആത്മാവോടുകൂടി ശക്തിയോടും മനസ്സോടും കൂടി ആരാധിക്കാം. മരുഭൂസമാനമായി തങ്കരക്തത്താലെന്നെ ഫലപ്രദമാക്കിയോ, ജീവൻ ശൂന്യമായി മരുഭൂസമാനമായി തങ്കരക്തത്താലെന്നെ ജീവിതം അർത്ഥമില്ലാതിരുന്നപ്പോൾ, ഒരു മരുഭൂമി അനുഭവത്തിലായിരുന്നപ്പോൾ ജീവൻ പകർന്ന ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കാം? ചൈതന്യം നൽകി ആത്മജീവനായകൻ നിത്യജീവൻ നൽകിയോ, എന്നിലാനന്ദമേകി നവചൈതന്യം നൽകി ആത്മജീവനായകൻ നിത്യജീവൻ നൽകിയോ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു,
അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോ ആത്മശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോ ആത്മശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോ വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ വീണ്ടും കരങ്ങൾ ഉപയോഗിക്കുന്ന ജീവൻ ദൈവമുണ്ട്. നൽകി വീണ്ടെടുത്ത കർത്താവേ നീ എൻ്റെ സർവ്വവും നീ എനിക്കുള്ളവൻ നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും തൻ ജീവൻ എൻ പേർക്കായി തന്നതിനാൽ നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും എല്ലാറ്റിനേക്കാളും നീ എൻ്റെ സർവ്വവും നീ എനിക്കുള്ളവൻ നമ്മുടെ ശരീരങ്ങളെ യാഗമായി ഏൽപ്പിച്ച സർവ്വവും അതിന്റെ പ്രിയതയെ ആ എല്ലാറ്റിലും നിറവിലേക്ക് കടന്നു ആഗ്രഹിക്കുന്നവർ ജീവൻ എൻ നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും തേനിലും മധുരമാം തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ എന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും ഞാൻ സ്തുതിക്കാം. ആരൊക്കെ സ്തുതിച്ചില്ലെങ്കിലും ഞാൻ സ്തുതിക്കും. Yes, ലോകത്തിൽ ആരും സ്തുതിച്ചില്ലെങ്കിലും ഞാൻ സ്തുതിക്കും. അങ്ങേ മാത്രമേ ഞാൻ സ്തുതിക്കും. ഈ ലോകത്തിൽ വന്നേശുവിന്റെ Yes, ഈ താണ ലോകത്തിലേക്ക് നാളൊഴി ഈ പാപം നിറഞ്ഞ ലോകത്തിലേക്ക് പീഡകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ നിജമാരണവും നീചമായൊരു മരണം ലോകത്തിൽ വന്നേശു Yes, അവിടുത്തെ മഹത്വമുണ്ട്. എന്തിനാ കർത്താവേ വന്നത്? He came searching for you. ഒരു നല്ല ഇടം ആടിനെ കരങ്ങേറിയ പോലെ നീചമായൊരു മരണം ഏൽക്കുവാൻ
കഴിഞ്ഞു. തിന്മകൾ തിന്മകൾ ശത്രുവിന്റെ പദ്ധതികൾ നിന്നെന്നെ ആ കർത്താവ് തകർത്തതിനായി കൺമണി പോലെ കാക്കുന്നു. ഓ യെസ് ആ രക്തത്തിന്റെ മറവിൽ അന്നവസ്ത്രാദി നന്മകൾ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. എന്നോട് കൂടെ ഇരുന്ന ദൈവം തിന്മകൾ സർവ്വത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. He kept you. ഞാൻ നിന്നതല്ല. ദൈവം ദൈവം സൂക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്ന്. കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്ന്. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയുടെ വാരാകിരീടം നീതിയൻ വാടാത്ത കിരീടം എന്റെ തലമേൽ വെക്കുവാൻ കിരീടം തലയിലേന്തി ഒരു കിരീടം എനിക്ക് ലഭിക്കുവാനാണ് തലയിൽ ആഞ്ഞടിച്ചത് തിരിച്ചറിയുന്നത്. യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയൻ വാഴമോടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്ന്. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്ന്. ആകുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, തൻ്റെ ദൈവത്തിൻ്റെ കാലടി ശബ്ദം കാലൊച്ച അവർ കേൾക്കും. അവർ കാത്തിരിക്കുന്നത് ആ കാലൊച്ച ഒന്ന് കേൾക്കുവാനാണ്. സ്തോത്രം. ഇന്ന് നമുക്ക് ആവശ്യം ആ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. ഞങ്ങൾ കടന്നു വന്നത് വ്യർത്ഥമാകാതിരിക്കണമെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തണം. സ്തോത്രം. ഇന്ന് ആ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ നമുക്ക് കഥാവിൻ്റെ മുഖാമുഖം കാണത്തില്ല, പക്ഷേ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ നമുക്ക് കഥാവിനൊരു സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയും. അത് പറയുന്നു, 2-3 പേർ നിങ്ങൾ എവിടെ കൂടിയാലും, നിങ്ങൾ ഇന്ത്യയിൽ കൂടിയാലും, നിങ്ങൾ ആഫ്രിക്കയിൽ കൂടിയാലും, ഹാലെ നിങ്ങൾ ജെറൂസലേമിൽ കൂടിയാലും, എവിടെ കൂടിയാലും എൻ്റെ നാമത്തിലാണ് നിങ്ങൾ കൂടുന്നതെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ മധ്യേ ഞാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ആഗ്രഹിക്കുന്നവരുടെ മധ്യേ ഇറങ്ങി വരുന്നൊരു യേശു നമുക്കുള്ളതിനായി എത്ര ദൈവത്തെ അങ്ങനെ പറഞ്ഞ ലോകത്തിൽ ഒരു ദൈവവുമില്ല. ഹല്ലേലൂയ. ഒരു കുട്ടി ദൈവങ്ങളുമില്ല. സർവശക്തനായ ദൈവം പറയുകയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എവിടെ കൂടിയാലും, അവനത്തിനകത്ത് കൂടിയാലും, ഹോളിനകത്ത് കൂടിയാലും, ഹല്ലേലൂയ നിങ്ങൾ മരുഭൂമിയിൽ കൂടിയാലും അവിടെ ഞാൻ എൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. കഥാവായെന്ന് 2000 പേര് കൂടുന്നിടത്തല്ല യേശു വരുന്നത്. പല ദൈവദാസന്മാരും കൂടണമെങ്കിൽ 100 പേരെങ്കിലും വരണം. എന്നാൽ യേശു പറയുക, 2-3 പേർ എൻ്റെ നാമത്തിൽ ഏക മനസ്സിൽ, ഏക ആത്മാവിൽ, ഏക സത്യത്തിൽ, ഏക സ്നേഹത്തിൽ പൂണ്ട് നിങ്ങൾ ഒരുമിച്ച് കൂടാൻ തയ്യാറാണോ? അവിടെ ഞാൻ എൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തും. അങ്ങനെ പറഞ്ഞ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ സാന്നിധ്യം മാറ്റമില്ല. അവൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ ഒരു സന്തോഷം ഉള്ളിൽ കത്താൻ തുടങ്ങും. അപ്പം മനസ്സിലാക്കിക്കോ, ആ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ബന്ധിക്കുന്ന ദൈവത്തിനല്ല, ഇത് നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ സന്തോഷത്താൽ നിറയ്ക്കുന്ന അവൻ്റെ സാന്നിധ്യം
സന്നിധിയിൽ സന്തോഷത്തിന്റെ അല്പം സന്തോഷമുണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതകളുണ്ട്. എങ്ങും കിട്ടാത്തൊരു സന്തോഷം ഇന്ന് കർത്താവിന്റെ സന്നിധിയിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയും, കർത്താവേ അങ്ങയുടെ സന്തോഷത്താൽ എന്നെ നിറയ്ക്കണമേ. ഭാരത്തോടെയാണോ കടന്നു വന്നിരിക്കുന്നത്? ദുഃഖത്തോടെയാണോ കടന്നു വന്നിരിക്കുന്നത്? ഇന്ന് എന്നെ സന്തോഷത്താൽ നിറയ്ക്കുന്ന ദൈവമുണ്ട്. ആ സാന്നിധ്യത്തിനകത്ത് സന്തോഷമുണ്ട്. ആ സാന്നിധ്യത്തിനകത്ത് സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ വേണം. ഹല്ലേലൂയ. എൻ്റെ മനസ്സിനെ സൗഖ്യമാക്കുവാൻ, എൻ്റെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ, ഹല്ലേലൂയ, എൻ്റെ ഭാരങ്ങൾ എടുത്തു മാറ്റാൻ കഴിയുന്ന ദൈവം ആമേൻ എനിക്ക് വേണ്ടിയുള്ളതിനായി ആരുമില്ലെങ്കിൽ നമുക്ക് ഹല്ലേലൂയ പറയാൻ കഴിയുന്നൊരു ആമേൻ ഉറപ്പുണ്ട്. എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ മതി. ജീവിതത്തിൽ ഏത് വിഷയത്തെ നേരിടാൻ കഴിയും കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. രണ്ടുപേരും നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ, അന്ന് ചൊന്നതല്ലയോ. രണ്ടുപേരും നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ, അന്ന് ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ പുത്രന്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ പുത്രന്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ പുത്രന്. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടലോകം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ 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 എന്ന് ചൊല്ലുമേ, പർവ്വതങ്ങൾ കാക്കിയുടെ സമഭൂമിയാകുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടലോകം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ 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 എന്നാർത്തു ചൊല്ലാമേ, പർവ്വതങ്ങൾ കാക്കിയുടെ സമഭൂമിയാകുന്നു. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ പുത്രന്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ പുത്രന്. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, ചിഹ്നം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, ജനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ പുത്രന്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ പുത്രന്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ പുത്രന്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ പുത്രന്.
ദൈവത്തെ അറിയാവുന്നവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങാം. ഹല്ലേലൂയ. ദൈവത്തെ നന്ദി പറയാൻ തുടങ്ങാം. ഉന്നതന്റെ മേൽ ഉന്നതൻ എനിക്ക് വേണ്ടി ഉള്ളതിനായി അത്ര ദൈവത്തെ സ്തുതിക്കുക. എന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ ആർക്കും കഴിയത്തില്ലെങ്കിലും സൃഷ്ടിച്ചവന്റെ കാമ്യൻ അടുക്കലാണ് വന്നിരിക്കുന്നത്. ചില സൃഷ്ടിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ചില സൃഷ്ടിപ്പുകൾ ഈ ദിവസങ്ങളിൽ എന്റെ ദൈവത്തിന് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മാലയിൽ നിന്ന് മിണ്ടരുന്ന് പറയും. പക്ഷേ ഇന്ന് പറയണം, ഞാൻ സ്തുതിക്കും. ഇതിലും ഹീനമായ ഞാൻ എൻ്റെ ദൈവത്തെ നീ പറയുന്നത് അധികമായി ഞാൻ ഈ ദിവസം ഞാൻ സ്തുതിക്കാൻ പോവുക. ഞാൻ ഈ ദിവസം എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ എത്ര പേർ തീരുമാനപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് അവസ്ഥയെ നോക്കിയല്ല ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വത്തെ നോക്കിയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. സ്വന്തം ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവ സ്നേഹത്തിനായി എത്ര ദൈവത്തിന് നന്ദി പറയും. സ്വന്തം എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ട് എത്ര വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇന്ന് സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപിക്കുന്നതിന് ഓർത്തത്ര ദൈവത്തിന് സ്വാഗതം ചെയ്യും. അവസ്ഥകളെ നോക്കുക, അവസ്ഥയെ നോക്കി പറയണം, എൻ്റെ ദൈവം അത് നന്മയ്ക്കാക്കി ദൈവം തീർക്കാൻ പോകുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയാൻ അത്ര ദൈവം കരം കാണിച്ച് ദൈവത്തിന് നന്ദി പറയട്ടെ. ഒരു മനുഷ്യൻ നന്ദി പറയട്ടെ ദൈവത്തിന്.
എനിക്ക് എൻ്റെ സാക്ഷ്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കണ്ണിൻ്റെ ടെസ്റ്റിനായിട്ടൊക്കെ ഞാൻ ഇവിടെ അരവിന്ദിൽ കടന്നുപോയി. ഡോക്ടർ നല്ല റിസൾട്ടാണ് പറഞ്ഞത്. ദൈവത്തിന് ഞാൻ വളരെ കാലമായിട്ട് എനിക്ക് ആ സർജറി എല്ലാം നടത്തി എൻ്റെ കണ്ണ് പരിപൂർണമായിട്ട് ഭേദമായി. അതല്ല ഞാൻ പറയുന്നത്. കർത്താവിൽ എനിക്കൊരു അമിത വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെക്കാളും വളരെയധികം കഷ്ടപ്പെടുന്ന അനേകരെ ഞാൻ കണ്ടു. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഞാൻ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചപ്പോൾ എനിക്ക് കർത്താവ് എന്നെ ബലപ്പെടുത്തി, എന്നെ സുഖപ്പെടുത്തി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അനേകർക്ക് ബുദ്ധിമുട്ടുന്നവരെ കണ്ടു. യേശുവേ സ്തോത്രം. അവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരെല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനും യേശുവേ സ്തോത്രം അങ്ങേ കണ്ടുമുട്ടാനും യേശുവേ സ്തോത്രം കണ്ടുമുട്ടാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് വളരെയധികം പ്രത്യാശയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. തികഞ്ഞ പ്രത്യാശയോടെയായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. അതാണ് എൻ്റെ വലിയൊരു സാക്ഷ്യം. അത് ദൈവത്തിന് നന്ദി പറയുന്നു. ആയിരുന്നു. ഇപ്പോഴും പൂർണ്ണ വിടുതൽ കിട്ടിയിട്ടില്ല. സ്കൂളിൽ പോകാൻ അവന് കുറേ കാലമായിട്ട് പറ്റുന്നില്ല. ക്ലാസ്സിലിരിക്കാൻ പറ്റത്തില്ല. ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു, നീ ഇനി വരണ്ടാന്ന് പറഞ്ഞു. അവന് വളരെ ഭാരമെന്ന് പറഞ്ഞാൽ വളരെ ഭാരത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചത്. അവന് പരീക്ഷ എഴുതാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് 40% അവന് അറ്റൻഡൻസ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ 3 പേരോടെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ രാത്രി മുഴുവൻ എൻ്റെ കുഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുക. എനിക്കത് കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങൾ കോളേജിൽ ചെന്നപ്പം HOD പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും നടക്കത്തില്ല. അപ്പോൾ സന്തോഷം എന്നോട് പറഞ്ഞടി, ഇവന് C മാർക്ക് കൊടുത്തില്ലേ, നമുക്ക് കോളേജ് അങ്ങ് മാറ്റാം, എങ്ങനെയാണ് കുഞ്ഞിനി മുന്നോട്ട് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഭാരത്തോടെയാണ് എന്നോട് പറഞ്ഞ് ഞാൻ HOD പോയി കാണുവാന്ന് പറഞ്ഞ് പോയി. ഞാൻ ആ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവിൻ്റെ മഹത്വം ഒന്നും നമ്മൾ മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ദൈവത്തെ കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ചെന്ന് HODക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ക്ലാസ് ടീച്ചറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പ്രിൻസിപ്പളിനെ കണ്ടപ്പോൾ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സിലബസ് അടുത്ത വർഷം മാറുവാന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ 4 വർഷം 4th സെമിസ്റ്ററിലെ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൊച്ചങ്ങ് ആകെ വിഷമിച്ചു. സന്തോഷാനും ഭയങ്കര അപ്സെറ്റായി. ആ സമയത്ത് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ദൂതനെ വിടുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. പ്രിൻസിപ്പളിനേക്കാളൊക്കെ മേളിരിക്കുന്ന ഒരു ഫാദറുണ്ട് അവിടെ. ആ ഫാദർ അവിടെ വന്നിട്ട് ഫാദറിനോട് ഈ കാര്യം പറഞ്ഞ്, ഇങ്ങനെ കുഞ്ഞിന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, കുഞ്ഞിനെ C മാർക്കൊന്നും കിട്ടുകയെന്ന് പറഞ്ഞപ്പോൾ ആ ഫാദർ പറഞ്ഞു, അയ്യോ ജോഹാനെ എനിക്കറിയാം. ഭയങ്കര സ്നേഹത്തോടെ ഇവരുടെ HOD വരെ ചോദിച്ചു, എങ്ങനെ ജോഹാൻ ഈ ഫാദറിനെ അറിയാമെന്ന്. എന്തോ ആവശ്യത്തിന് ആ ഫാദറിൻ്റെ അടുത്ത് ചെന്ന് ആ ഫാദർ എല്ലാം ശരിയാക്കി തന്നു. ഫാദർ പറഞ്ഞു, ഞാൻ എല്ലാ കാര്യവും ചെയ്തോളാം, ഒന്നും വിഷമിക്കേണ്ട, അവനെ ഓഗസ്റ്റിൽ എക്സാം എഴുതിപ്പിക്കാം, C മാർക്കൊന്നും കുറയ്ക്കത്തില്ലെന്ന് പറഞ്ഞു. ദൈവം തമ്പുരാൻ അവിടെ ദൂതനെ കുഞ്ഞിന് വേണ്ടി അയച്ചതാണ്. ടീച്ചേഴ്സും എല്ലാവരും നടക്കത്തില്ലെന്ന് പറഞ്ഞു, സ്കൂൾ മാറ്റാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കർത്താവ് പ്രവർത്തിക്കും, നമ്മളൊന്നും പേടിക്കണം. നമ്മുടെ എല്ലാ കാര്യവും യേശുപ്പൻ്റെ കൈ കൊടുത്താൽ മതി. സ്തോത്രം. ദൈവം നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിപ്പാൻ കർത്താവ് തന്ന മഹാഭാഗ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരമപരിശുദ്ധനായ സർവശക്തനായ സകല ചരാചരങ്ങളുടെ മേലും വാഴുന്ന സകലത്തിൻ്റെ മേലും നിയന്ത്രണമുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവ പാദപീഠത്തിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്നും നമ്മളോട് വ്യക്തവും ശക്തവുമായിട്ട് ഇടപെടുവാൻ കഴിയുന്ന ആ ദൈവം നമ്മുടെ മധ്യേ ജാഗരിക്കുന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന പുതിയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. തുടർന്നും പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ദാഹത്തിന് അനുസരിച്ചാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവിക ദൂത് തരുവാനായിട്ട് ഇടയാക്കട്ടെ എന്ന് വീണ്ടും കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു കുറിവാക്യമായിട്ട് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം നമുക്ക് വായിക്കാം. ജോൺ ചാപ്റ്റർ 8:32. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 8:32 ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടിയെങ്കിൽ വായിക്കാം.
അവിടെ തിരുവചനം ഇങ്ങനെ കിട്ടിയെങ്കിൽ ആർക്ക് വേണമെങ്കിൽ വായിക്കാം. സ്തോത്രം, ഫ്രീ ആണ്. ഹല്ലേലൂയ. ആമേൻ. ചെറിയൊരു വാക്യമാണ്. കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരോട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ അവർക്കത് മനസ്സിലാകാതിരുന്നപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞൊരു വാക്യമാണ്. ഈ തിരുവചനത്തിൽ നിന്നും പറയുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ ഒരുപാട് കാര്യം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. അത് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. നമുക്ക് പ്രിപ്പയർ ചെയ്യാം, പലതും നമുക്ക് ചിന്തിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ ആ ദൈവവചനം നമുക്ക് വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഈ വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും ഞങ്ങൾ കർത്താവിനാമത്തിൽ ശാസിക്കുന്നു. സ്തോത്രം. ദൈവിക സത്യം വെളിപ്പെടാതെ അതിനെതിരെ വാദിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളും ഇന്ന് മറമാറ്റി വിട്ടുമാറാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങളെ വിടുവിച്ച് മടക്കി അയക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ നാമം മാത്രം മഹത്വം എടുക്കുന്നതിനായി നന്ദി. താങ്ക് യു ഫാദർ. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പം സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത ആരും ഇതിനകത്തിരിപ്പില്ല. നമുക്കൊക്കെ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും ഒക്കെ മണ്ഡലത്തിൽ നിന്ന് ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ മേൽ, ആ സാഹചര്യത്തിൻ്റെ മേൽ സ്വാതന്ത്ര്യത്തെ പകരാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. കർത്താവ് അതെ ആമേൻ. അപ്പോൾ ഇന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം, മറ്റുള്ളവരോട് ഇടപെടുവാനുള്ളൊരു സ്വാതന്ത്ര്യം, ഫൈനാൻഷ്യലായിട്ടുള്ള സ്വാതന്ത്ര്യം, മാനസികമായ സ്വാതന്ത്ര്യം, ആത്മീയ മണ്ഡലത്തിലെ സ്വാതന്ത്ര്യം, നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. അങ്ങനെ പല വിധത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു കിളിയെ സ്വർണ്ണക്കൂട്ടിലിട്ട് അടച്ചിട്ട് അതിന് ഏറ്റവും നല്ല കാര്യം, ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം കൊടുത്താലും ആ കിളി ആഗ്രഹിക്കുന്ന എപ്പോഴും പുറത്തുനിന്ന് പോയി ഒന്ന് പറന്ന് സ്വന്തം ചില ഇടങ്ങളിൽ പോയിരുന്ന് ഹല്ലേലൂയ, എനിക്ക് അവിടെയാണ് എൻ്റെ സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും, സ്വർണ്ണക്കൂടുണ്ടെങ്കിലും, പട്ടുമെത്തയുണ്ടെങ്കിലും, മണിമാളിക ഉണ്ടെങ്കിലും, നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്വാതന്ത്ര്യം, നമ്മളെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമുക്കൊരിക്കലും ജീവിതം എന്താണെന്ന് അനുഭവിക്കാൻ കഴിയത്തില്ല. പക്ഷേ യേശുക്രിസ്തു പറയാണ്, കഥാ പറയാണ്, നിങ്ങൾ സത്യം അറിയും, ആ സത്യമാണ് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത്. സ്തോത്രം. കഥാവായ യേശുക്രിസ്തു പലയിടത്ത് പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, സത്യം നിങ്ങൾ അറിയണം. സ്വന്തം ദൈവത്തിൻ്റെ ആഗ്രഹമാണ് സത്യം നമ്മൾ അറിയണം. പീലാത്തോസിന് മുമ്പിൽ കർത്താവായ യേശുക്രിസ്തു നിൽക്കുമ്പോൾ പീലാത്തോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 18:37 പീലാത്തോസിൻ്റെ മുമ്പിൽ കർത്താവായ യേശുക്രിസ്തു നിൽക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ? കർത്താവ് പറയുന്നു, അവൻ ഞാൻ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറയാമായിരുന്നു, ഞാൻ രാജാവല്ല. അങ്ങനെ പലരും തൽക്കാലത്തേക്ക് ഞാൻ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയും. എന്നോട് ചോദിച്ചു, നീ ദൈവത്തിൻ്റെ പുത്രനാണോ? യേശുവൻ, ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ മാത്രമല്ല, ഞാൻ വാനവേഗത്തിൽ വരുന്ന നിന്റെ കണ്ണാ നീ കാണും. ഹല്ലേലൂയ. അപ്പോൾ സത്യം എവിടെ പോയാലും വിളിച്ചു പറയുവാൻ ധൈര്യമുള്ളൊരു യേശുവിനെ ആരാധിക്കുന്നത്. ഇന്ന് ദൈവസഭയെ വിളിച്ചിരിക്കുന്നത് ദൈവിക സത്യം വിളിച്ചു പറയാനാണ്. ആ സത്യം നമ്മൾ അറിയാനാണ്. ആ സത്യം അറിയുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കത്തില്ല. നമ്മൾ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ ബന്ധിക്കപ്പെട്ടവരായി തീരും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, യേശു വന്നിരിക്കുന്നത് സകല മണ്ഡലത്തിലും സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയാണ്.
ഇന്ന് ആ സ്വാതന്ത്ര്യത്തെ കർത്താവ് ദൈവം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ കടന്നു വന്നു. പക്ഷേ ഇന്നും ബ്രിട്ടീഷ് ഭരണ അധികാരത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും 2026 സ്തോത്രം ജനം യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ സ്വതന്ത്രമായിട്ടില്ല. ഇന്ന് മിക്കവാറും ലോകമെമ്പാടുമുള്ള സകല ജനവും ഏതെങ്കിലുമൊക്കെ ഒരു മണ്ഡലത്തിൽ ബന്ധിക്കപ്പെട്ട മണ്ഡലത്തിലാണ്. പക്ഷേ എൻ്റെ യേശു വന്നിരിക്കുന്നത് നമ്മളെ സ്വതന്ത്രരാക്കുവാനാണ്. സ്തോത്രം. അതിനായിട്ട് അത്ര ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ രാജാവാണ്. ഞാനല്ല, യേശുക്രിസ്തു രാജാവാണ്. രാജാവല്ല, രാജാതി രാജാവാണ് കർത്താവായ യേശുക്രിസ്തു. അത് മാത്രമല്ല, കർത്താവ് വന്നത് സത്യത്തിന് സാക്ഷി നിൽക്കാൻ വേണ്ടിയാണ്. ഞാൻ ജനിച്ചത് തന്നെ, യേശു പറയാൻ, ഞാൻ ജനിച്ചത് മാനവരാശിയെ രക്ഷിക്കാൻ മാത്രമല്ല, ഞാൻ ജനിച്ചത് സത്യത്തിന് സാക്ഷിയായി നിൽക്കുവാനാണ്. ഈ സത്യം ലോകത്തോട് അറിയിക്കുവാനാണ്. ഈ സത്യം അനേകരിലൂടെ ലോകം അറിയുവാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. യേശു ജനിച്ചത് നമ്മൾ സത്യത്തിലേക്ക് ഈ ദിവസങ്ങൾ കടന്നു വരുവാനും ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും നുണയന്റെ പിതാവുമായ പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാനുമാണെന്ന് തിരിച്ചറിയുന്നത് വേണം. ഈ ദിവസങ്ങളിൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കാണ് എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് എൻ്റെ ജീവിതം ഈ ദിവസങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു സത്യതാൽപരരായ എല്ലാവരും എൻ്റെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ സത്യം അറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ പീലാത്തോസ് അവനോട് ചോദിക്കുന്നുണ്ട്, സത്യം എന്താണ്? ഇന്ന് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സത്യം എന്താ? യേശു അതിന് ഉത്തരം പറഞ്ഞില്ല. പക്ഷേ പീലാത്തോസ് പോയിട്ട് പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ആ സത്യത്തെ 2026 വർഷം മുമ്പ് രണ്ട് കള്ളന്മാരുടെ മധ്യേ സത്യത്തെ അവർ ക്രൂശിച്ചു. നമുക്ക് വേണ്ടി സത്യം ക്രൂശിക്കപ്പെട്ടു. പക്ഷേ സത്യത്തെ തകർക്കുവാൻ, സത്യത്തെ പിടിച്ചു നിർത്തുവാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയത്തില്ല. 3-ാം ദിവസത്തിന് ശേഷം സത്യം കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്നു. ഹല്ലേലൂയ. സത്യത്തെ മൂടുവാൻ ഒരു പൈശാചിക മണ്ഡലത്തിനും സാധിക്കത്തില്ല. സത്യമായിട്ടാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ. സത്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് കിട്ടേണ്ട ന്യായം, എനിക്ക് കിട്ടേണ്ട നീതിയെ എൻ്റെ ദൈവം മറച്ചു വെക്കത്തില്ല. അത് ഈ ദിവസങ്ങളിൽ ദൈവം പുറത്തു കൊണ്ടുവന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസമാണ്. കല്ലറകൾക്ക് അതിനെ തീർക്കാൻ കഴിയത്തില്ല. ന്യായവിധികൾക്ക് അതിനെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. സമയപരിധികൾക്ക് അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഭരണാധികാരികൾക്ക് അതിനെ മേൽ ക്ഷയമെടുക്കുവാൻ കഴിയത്തില്ല. സത്യം ഈ ദിവസങ്ങൾ പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവം സത്യദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം സത്യദൈവമാണ്. ഈ പുസ്തകം സത്യവേദ പുസ്തകമാണ്. ഇത് ജനത്തെ വിടുവിക്കാനുള്ള പുസ്തകമാണ്. ഇത് എന്നെ വിടുവിക്കാൻ കഴിയുന്ന പുസ്തകമാണ്. എൻ്റെ ഹല്ലേലൂയ വിഷയങ്ങളെ വിടുവിക്കാൻ, എൻ്റെ തലമുറയെ വിടുവിക്കുവാൻ, ഹല്ലേലൂയ എൻ്റെ ശരീരത്തെ വിടുവിക്കുവാൻ, എൻ്റെ മനസ്സിനെ വിടുവിക്കുവാൻ, എൻ്റെ ആത്മാവിനെ വിടുവിക്കുവാൻ കഴിയുന്ന പുസ്തകമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സത്യം ഇന്ത്യ അറിയണമെന്ന് സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യക്ക്. പക്ഷെ ഇന്നും ജനം പൈശാചിക മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ടില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തു വന്നത് നമ്മളെ സകല മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രമാക്കുവാനാണ്. ആമേൻ. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാവുന്ന, നമുക്കൊക്കെ അറിയാവുന്നൊരു വാക്യമാണ്, സത്യമേവ ജയതേ. സ്തോത്രം. അത് എഴുതി വച്ചിരിക്കുന്നത് അശോക സമ്പത്തിന്റെ ചുവട്ടിൽ അവിടെ ദേവനാഗരി എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എഴുതി വെച്ചിരിക്കുന്നത് ഇത് ദൈവവചനമല്ല സ്തോത്രം, പക്ഷേ ഇത് ദൈവവചനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നാനുതം സത്യേന പഥ വിധയതോ വിധതോ ദേവയാന എന്ന് പറഞ്ഞാൽ സത്യം മാത്രമേ ജയിക്കൂ, അസത്യം ജയിക്കത്തില്ല. അറിയാമോ സഹോദരൻ? ഹല്ലേലൂയ. ആമേൻ. അത് മലയാളത്തിൽ അവിടെ ഇരിക്കുന്ന സത്യത്തിലൂടെയാണ് ദൈവീക പാത തെളിഞ്ഞു വരുന്നത്. 3 സിംഹങ്ങളുടെ മധ്യേ എൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുകയാണ് ഈ സത്യം ദൈവീക പാത തെളിക്കുന്ന. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ദേശത്ത് ദൈവത്തിന്റെ സത്യം വെളിപ്പെടാൻ പോവുക.
താല്പര്യമുള്ള ദൈവത്തെ സ്വാഗതം ചെയ്യുക. ഒരു പ്രവചന അശരീരിയായി ഞാൻ അതിനെ വിശ്വസിക്കും. ഞാൻ ഏറ്റെടുക്കുന്നു. നിന്റെ ദൈവത്തെ അറിയും, കർത്താവിനെ അറിയും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ത്യയിൽ കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ ഹല്ലേലൂയ, സ്തോത്രം. അസത്യം ജയിക്കത്തില്ല. സത്യത്തിലൂടെയാണ് ദൈവിക പാത തെളിഞ്ഞു വരുന്നത്. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. എന്നിലൂടെ വരുന്നവൻ ജീവൻ പ്രാപിക്കും, എന്നിലൂടെ വരുന്നവൻ സത്യം അറിയും. അല്ലേ? അപ്പോൾ ആ സത്യത്തിന്റെ പാത ഈ ദിവസങ്ങളിൽ ദൈവം തെളിച്ചുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലരെ കർത്താവിന് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഇടയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈ സത്യം അനേകരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, സത്യം എന്താണെന്ന് തിരിച്ചറിയുവാൻ, ഈ സത്യ വഴിയിലേക്ക് നടത്തുവാൻ അനേകർ ഈ ദിവസങ്ങളിലും രക്ഷാപദ്ധതിയിലേക്ക് ഈ ദിവസങ്ങളായി തീരുവാൻ തക്കവണ്ണം അവൻ കർത്താവ് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിന്റെ സത്യം മാത്രമേ ദൈവമക്കളെ പിടിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി. അപ്പൊ ഈ സത്യം അറിയേണ്ടതിന് പ്രാധാന്യം ആവശ്യമാണോ? അല്പം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാൻ വേണേ. കുറച്ച് സത്യമുണ്ട്, കുറച്ച് സത്യം മൂടി വെക്കും. അല്ല, അങ്ങനെ ഒരുപാട് പാരമ്പര്യ സഭകളിലൊക്കെ അവർക്ക് സത്യം അറിയാം, പക്ഷേ സത്യത്തെ കാർപ്പറ്റിനടി വെക്കും. പക്ഷെ സത്യം മറിഞ്ഞിരിക്കത്തില്ല. ഒരു ദിവസം സത്യം പുറത്തു വരും. സത്യത്തെ ആർക്കും മൂടാൻ കഴിയത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവിക സത്യം ആമേൻ വെളിപ്പെടും. അതെ, ഈ ഭൂമി മുഴുവൻ സർവ്വലോകവും പീശാചിന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ അവിടെ the whole world is under the sway of the evil one, അല്ലേ? sway of the wicked one. എന്ന് ഈ ഭൂമി മുഴുവൻ പറന്നു കിടക്കുന്ന സർവജനത്തിന്റെയും മനസ്സിനെ മൂടുപടം ഇട്ടിരിക്കുന്ന ഒരു പൈശാചിക ശക്തി ഈ 5 വൻകരകളിൽ വ്യാപരിക്കുന്നുണ്ട്. അത് അവരുടെ ഹൃദയത്തെ മൂടി ആ ദൈവിക സത്യം വെളിപ്പെടുത്താതിരിക്കുമ്പോൾ ആമേൻ ഇന്ന് അതിനെ ഭേദിച്ചുകൊണ്ട് അനേകരിലേക്ക് ഈ സത്യം കർത്താവ് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പലയിടങ്ങളിൽ കടന്നു പോകുമ്പോഴും ഒരു ഭൂരിഭാഗം ജനത്തിനും സത്യം അറിയത്തില്ല. അനേകർ ബന്ധിക്കപ്പെട്ട തലത്തിലാണ്. പക്ഷെ ഈ സത്യമെന്ന് അറിഞ്ഞാൽ അനേകരുടെ ജീവിതങ്ങൾക്ക് അർത്ഥം വരും. ഈ സത്യം അറിഞ്ഞാൽ അനേകർ ഈ ദിവസങ്ങളിൽ സ്വാതന്ത്ര്യം പ്രാപിക്കും. അനേകർ ഈ ദിവസങ്ങളിൽ ദൈവിക വാഗ്ദത്തങ്ങളുടെ അവകാശികളായി തീരും. അനേക ദൈവിക അനുഗ്രഹത്തിന്റെ പാത്രങ്ങളായി തീരും. അനേകർ ഈ ദിവസങ്ങൾ നിത്യവരെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. ആമേൻ. അപ്പൊ ഈ സത്യത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവജനം ആമേൻ അത് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മേൽ കർത്താവേ അതിന്റെ പൂർണ്ണ സത്യത്തിൽ എന്നെ വഴി നടത്തണമേ. അതിനൊരു വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ സത്യത്തിലല്ല നിൽക്കുന്നതെങ്കിൽ ദൈവം ഒരിക്കലും നമ്മുടെ കൂടെ നിൽക്കത്തില്ല. സ്തോത്രം. ഇവിടെ നിൽക്കുന്ന ഞാനാണെങ്കിലും വചനം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പാസ്റ്ററായിരിക്കാം, അവൻ ഒരു വിശ്വാസിയായിരിക്കാം, അവൻ എനിക്ക് സത്യം അറിയാം. പക്ഷേ സത്യത്തിലല്ല ഞാൻ നിൽക്കുന്നതെങ്കിൽ ദൈവം എൻ്റെ കൂടെ നിൽക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം ഇതിനകത്ത് ഈ വിശ്വാസം ഇല്ലാത്തവർ സത്യത്തിലാണ് നിൽക്കുന്നെങ്കിൽ ദൈവം അവരോട് കൂടെ നിൽക്കത്തുള്ളൂ. അപ്പൊ ദൈവം എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഞാൻ സത്യത്തിൽ നിലനിൽക്കുന്നതിനായി തീരണം. ദൈവസഭ എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യത്തിന്റെ തൂണും ദൈവത്തിന്റെ അടിസ്ഥാനവുമായ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയെന്ന് പറഞ്ഞാൽ ഈ ദൈവിക സത്യത്തിന്റെ തൂൺ അടിസ്ഥാനം ദൈവസഭയെ ദൈവം ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് ഈ ദൈവിക സത്യം അനേകർക്ക് പകർന്നു കൊടുക്കുവാനാണ്. ഹല്ലേലൂയ. അപ്പോൾ ഏത് ബന്ധനത്തിന്റെ പിന്നിലും ഏത് അസ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിനാണെങ്കിലും വചനം പറയുന്നവരാണെന്ന് പറഞ്ഞാലും ഡോക്ടറേറ്റ് എടുത്തവരാണെന്ന് പറഞ്ഞാലും ഏതെങ്കിലുമൊക്കെ തലത്തിൽ ഒരു സ്വാധീന ഇല്ലാത്ത ഒരു അനുഭവത്തിൽ മനുഷ്യൻ കടന്നു പോകും. മിക്കവാറും എല്ലാവരുടെയും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു അസ്വാതന്ത്ര്യം, ബന്ധനം എന്ന് ഞാൻ പറയുന്നില്ല,
ഒരു സ്തോത്രം ഞെരുങ്ങുന്ന അനുഭവം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്തൊരു അനുഭവം, ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത, ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയാത്ത, ദൈവികമായ വാഗ്ദത്തങ്ങളും ദൈവിക സ്തോത്രം സാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ചിലതൊക്കെ സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്ന അനുഭവത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനാണ്. 24 മണിക്കൂറും 365 ദിവസവും ദൈവിക സ്വാതന്ത്ര്യത്തിൽ വസിക്കുവാനാണ് ദൈവസഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്. ആ വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിയുന്നവർ ഇന്ന് പകൽ പറയണം, ഞാനിത് സ്വാതന്ത്ര്യം പ്രാപിക്കും. സ്വാതന്ത്ര്യം പ്രാപിക്കാൻ താല്പര്യമുള്ളവരാണ് സമരം ചെയ്യുന്നത്. അവർ പറയും, ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കും. സ്തോത്രം. ഞാനും പലതരത്തിലുള്ള ബന്ധനത്തിലായിരുന്നു. പക്ഷേ കർത്താവ് അനേക ബന്ധനങ്ങളിൽ നിന്നും ദൈവം എന്നെ പലയിടങ്ങളിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അപ്പോൾ ബിഹൈൻഡ് എവറി സ്ട്രോങ് ഹോൾഡ്, എല്ലാ ബന്ധനത്തിന്റെ പിന്നിലും ഹല്ലേലൂയ ഒരു നുണ കിടപ്പുണ്ട്. എവിടെയോ പിശാച് ഏതോ ഒരു നുണ പറഞ്ഞ് നമ്മളെ എവിടെയോ നമ്മളെ ഉടക്കി കിടത്തിരിക്കുക. ഹല്ലേലൂയ. ദേവദാസൻ പറഞ്ഞത്, ബിഹൈൻഡ് എവറി സ്ട്രോങ് ഹോൾഡ് ദെർ ഈസ് എ ലൈ. എന്തോ ഒരു മണ്ഡലം എന്നെ തെറ്റായ ഒരു ധാരണ നൽകി. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകാത്തക്കവണ്ണം. അങ്ങനെയാണെങ്കിൽ ആ മണ്ഡലത്തെ ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയാൻ വേണ്ടി ദൈവം വചനത്തിൽ നിന്ന് പറയുന്ന സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പറയുമ്പോൾ വെറുതെ പറഞ്ഞിട്ട് പോകല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്തോത്രം. ഈ സത്യം അറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയാൽ സ്വതം എനിക്ക് ഇത് സ്ഥിരം പറയുന്ന കാര്യമാണ്. പക്ഷെ അതല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന സത്യം അറിയാനാണ്. ഹല്ലേലൂയ. ആ സത്യം അറിയാത്തത്ര കാലം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവിക പദ്ധതികൾ കർത്താവ് എന്തിനു വേണ്ടി വിളിച്ചോ അത് അനുഭവിക്കാൻ എൻ്റെ ജീവിതത്തിൽ സാധിക്കത്തില്ല. എത്ര വർഷം വിശ്വാസിയായി ജീവിച്ചാലും ഹല്ലേലൂയ നമ്മളെ ജീവൻ കണ്ടിരിക്കുന്ന ആ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ ദൂത് പറഞ്ഞിട്ട് ഒരു പ്രവചനം പറഞ്ഞിട്ട് പോയാൽ നമുക്ക് കുറച്ച് സന്തോഷം കിട്ടും. പക്ഷേ നിത്യമായൊരു സന്തോഷം കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ വിടുതലെടുക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആഗ്രഹിക്കുന്നതാ. പിശാചിന് അതിന്റെ മേൽ ക്ഷേമെടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ പകുതി സത്യം ആരെയും വിടുവിക്കത്തില്ല, പൂർണ്ണ സത്യമാണ് അതിനെ വിടുവിക്കുന്നത്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വചനപ്രകാരം നോക്കിയാൽ സകല മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നില്ല. അതിനുവേണ്ടി വിളിച്ച ദൈവമക്കൾക്കായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവം എന്നെ വിളിച്ചത് അത്ര ദൈവത്തിന് സ്തോത്രം ചെയ്യും. കരമുയർത്തി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാവോ? ഹല്ലേലൂയ. പലയിടങ്ങളിൽ പോകുമ്പോൾ അനേകരെ കാണുമ്പോൾ ഒരു ഭൂരിഭാഗം പേർക്കും ഈ സത്യം അറിയത്തില്ല. പക്ഷെ ദൈവം എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്ത് മേന്മയും ശ്രേഷ്ഠതയും ഉണ്ടായിട്ടാണ് ദൈവം എന്നെ വിളിച്ചത്? ഈ സത്യത്തിലേക്ക് എന്തിനാണ് എന്നെ ദൈവം വഴി നടത്തിയത്? എന്തിനാണ് ഈ സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നത്? ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു. മറ്റൊരു ഭാഗത്ത് തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തിമോത്തിയോസേ, സത്യവചനത്തെ നീ യഥാർത്ഥമായി പ്രസംഗിക്കണം. ആമേൻ. അതിന് മുഖംനോട്ടം പാടില്ല. ഈ വചനത്തിന്റെ സത്യം എവിടെ പോയാൽ നീ വിളിച്ചു പറയാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ചില മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനല്ല, കർണരസമാകുന്നത് പറയുവാനല്ല. ദൈവിക സത്യം എവിടെ ചെന്നാലും തിമോത്തിയോസേ നീ വിളിച്ചു പറയണം. ഞാനത് വിളിച്ചു പറഞ്ഞതാണ്. തിമോത്തിയോസേ നീയും അതിനെ പിന്തുടരണം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യന്റെ കയ്യടി കിട്ടുമെന്നുള്ളതല്ല, ഈ ഭൂമിയിൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ളതല്ല. നിനക്ക് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ഒരു വേലക്കാരനായി ദൈവത്തിന് മുമ്പിൽ നീ നിൽക്കും. മുമ്പിൽ ഞാൻ ഒരു ദിവസം നിൽക്കുമെന്ന് വിശ്വസിക്കാത്ത ദൈവങ്ങളുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോകരുത്. ഹല്ലേലൂയ. ഭൂമിയിൽ ഞാൻ ഒന്നും നേടിയില്ലെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നല്ല ദാസ, നല്ല ദാസി എന്ന് കേൾക്കുവാൻ കർത്താവേ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആമേൻ. ലോകം മുഴുവൻ അറിഞ്ഞു, TV പേര് വന്നു,
പത്രത്തിൽ പേര് വന്നു. പക്ഷേ ദൈവത്തിന് മുമ്പിൽ ലോകം മുഴുവൻ അറിഞ്ഞു. പക്ഷേ ദൈവത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ ദൈവം പറയാ, നിന്നെ ഞാൻ അറിയുന്നില്ല. സഹോദരൻ, അങ്ങനെ ഒരു ഗതികേട് നമുക്കാർക്കും വരാതിരിക്കണം ഞാൻ പ്രാർത്ഥിക്കുക. അപ്പം ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ, ഒത്തിരി പേരൊന്നും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയുക, സ്വർഗം അറിയുന്ന. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതെല്ലാം ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ ആമേ, ഞാൻ നിന്നെ അറിയത്തില്ലെന്ന് പറയുന്നതിലും വലിയ ഗതികേട് ഈ ലോകത്തില്ല കേട്ടോ. നിത്യതയോളം ആമേ, യുഗായുഗങ്ങളോളം ദൈവത്തോട് കൂടെ വസിക്കാന് ദൈവമക്കളെ ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നവർ പറയണം, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഞാൻ നിസാരമെന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു പറയുകയാണ്, യോഹന്നാൻ 8:34 പറയുകയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി മാറും. ഇന്ത്യക്ക് ആമേൻ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം കൊടുത്തു. ആമേൻ അവിടെ എബ്രഹാം ലിങ്കൻ അമേരിക്കയ്ക്ക് ആമേൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എബ്രഹാം ലിങ്കൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം 2 വർഷം കഴിഞ്ഞാണ് പല അവന് ഈ ആഫ്രിക്കൻ ഒറിജിനൽ ഉള്ളവർ മനസ്സിലായെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം കർത്താവ് ഓൾറെഡി 2026 വർഷം മുമ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ പലപ്പോഴും നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. സ്തോത്രം. അങ്ങനെയാണ് ഈ ദിവസങ്ങൾ ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക്, ഞാൻ ബന്ധനത്തിൽ കിടക്കുന്നതല്ല, ഞാൻ നോട്ട് എ സ്ലേവ്, ഞാൻ അടിമയല്ല, ഞാനൊരു പുത്രനാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഇന്ന് പകൽ സ്വതം കടന്നു വരാൻ തയ്യാറാണോ? ദൈവത്തിന്റെ ചില പ്രവർത്തികൾ ജീവിതത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഓ സ്തോത്രം. അപ്പോൾ യേശു പറയുകയാണ്, ആമേൻ, ഭൂമിയിൽ ആരൊക്കെ സ്വാതന്ത്ര്യം വരുത്തിയിട്ടും പ്രവാചകന് സ്വാതന്ത്ര്യം വരുത്താൻ കഴിയത്തില്ല, പാസ്റ്ററിന് സ്വാതന്ത്ര്യം വരുത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. മറ്റൊരു ദൈവങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാൻ കഴിയത്തില്ല. ചില പുണ്യാളച്ചന്മാർക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ സാമ്പത്തികമായിട്ടും അങ്ങനെയുള്ള ചില വിടുതലൊക്കെ തരാൻ കഴിയും. പക്ഷേ സ്വതം പൂർണ്ണമായ സ്വാതന്ത്ര്യം തരാൻ കഴിയുന്ന ഒരുവരുണ്ടെങ്കിൽ ആമേൻ, ദൈവത്തിന്റെ പുത്രനായ അഖില കടാഹത്തെ ഉരുവാക്കിക്കൊണ്ടെന്ന സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യരുടെ കൊടുക്കപ്പെടാത്ത നാമമുണ്ട്. ആ നാമം മാത്രമാണ് സത്യം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആ പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ആമേൻ. മറ്റുള്ള സ്വാതന്ത്ര്യമൊക്കെ അല്പം കഴിയുമ്പോൾ പോകും. കുറച്ച് കാശ് കിട്ടിയ സ്വാതന്ത്ര്യം അല്പം ചില ഭാഗത്തൊക്കെ സ്വാതന്ത്ര്യം കിട്ടും. ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ശാരീരികമായ സൗഖ്യം ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്. പക്ഷേ മനസ്സിൻ്റെ അകത്ത് സ്വാതന്ത്ര്യം ദൈവം തന്നില്ലെങ്കിൽ നമ്മൾ ഈ വിശ്വാസം വന്നിട്ട് എന്താ കാര്യമല്ലേ? ലോകത്തിൻ്റെ എല്ലാ സുഖഭോഗങ്ങളും നമുക്കുണ്ടെങ്കിൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ആ സമൃദ്ധമായ ജീവനിലേക്ക് ഈ ദിവസങ്ങളിൽ ഈ സമൃദ്ധമായ ജീവൻ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിൽ അതിനോടുകൂടെ നിത്യജീവൻ കൂടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് അവകാശമാക്കുവാനാണ് ദൈവസഭയെ വിളിച്ചിരിക്കുന്നത്, ഇതിനകത്തിരിക്കുന്നവരെ വിളിച്ചിരിക്കുന്ന എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ പറയണം, ശത്രുവെ ഞാൻ അടിമയല്ല, ഈ ദിവസങ്ങളിൽ ഞാൻ പുറത്തു വരാൻ പോവുകയാണ്, ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോവുകയാണ്, ഈ സ്വാതന്ത്ര്യം അനേകരോട് ഞാൻ വിളിച്ചു പറയാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു നമ്മളെ അനേക മണ്ഡലങ്ങളിൽ കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഒന്നിൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മളെ ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാക്കി. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? യേശുവിനെ അറിഞ്ഞവൻ്റെ ശാപം മുറിക്കേണ്ട, സ്വതം ശാപം മുറിക്കേണ്ട നമ്മൾ തന്നെയാണ്. ശാപത്തിന് നമുക്ക് ജയമെടുക്കുവാൻ കഴിയുന്നത്. കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നുവെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. സ്വതം ഇന്ന് കർത്താവിൽ വിശ്വസിച്ച് അത് ഏറ്റെടുക്കാൻ തയ്യാറാകുക. സകല ശാപത്തിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ തകർന്ന് വിട്ടുമാറുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമ്മളെ ഫറവോൻ ഈജിപ്തിനെ ബന്ദികളാക്കി, ബന്ധനത്തിലാക്കി 430 വർഷത്തോളം ഈജിപ്തിൽ ആയിരുന്നു. പക്ഷേ ഇവർ നമുക്കറിയാം, പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവർ ഈജിപ്തിൽ നിന്ന് പുറത്ത് വന്നിട്ടും അവരുടെ അകത്തുള്ള അടിമത്തത്തിൻ്റെ മനോഭാവം മാറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് വാക്തത്വം കാണാതിരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും നമ്മളെ ദൈവം പാപകരമായ ലോകത്തിൽ നിന്നും നമ്മളെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പലരും സ്വതന്ത്രം ആ പഴയ ചിന്താഗതിയിലാണ്. പക്ഷേ അതിനപ്പുറത്ത്
കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിലും സ്വാതന്ത്ര്യത്തോടെ ഈ ദിവസങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മോടുകൂടെ ദൈവത്തിന്റെ ആ സത്യത്തിൽ നിലനിൽക്കാൻ തയ്യാറാണോ? ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം ജനത്തെ മരുഭൂമിയിൽ നടത്തുമ്പോൾ ദൈവം അവർക്ക് താങ്ങും തണലുമായിരുന്നു. ദൈവം അവർക്ക് അഗ്നിസ്തംഭമായിരുന്നു. ദൈവം അവർക്ക് മേഘത്തൂണായിരുന്നു. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്ത് കാലുകുത്തുവോളം സത്യദൈവം അവരെ കാമേ സ്വന്തം പിന്തുടർന്നുക മാത്രമല്ല മുൻപടിയായും പോയിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവം കൈവിടത്തില്ല. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്നവരെ ദൈവം ഒരു നാളും കൈവിടത്തില്ലെന്ന് വിശ്വസിക്കുന്ന കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നമ്മളെ ശാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. അപ്പൊ കഴിഞ്ഞ തലമുറയുടെ വന്ന സകല ശാപങ്ങളെയും കർത്താവ് നിർവീര്യമാക്കി. ആമേൻ. അത് വിശ്വസിക്കാൻ തയ്യാറാകാം നമുക്ക്. ഇന്ന് 2 കൊരിന്ത്യർ 8:9 പറയുന്നു, നമ്മുടെ കർത്താവായി കിട്ടിയെങ്കിൽ വായിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ വായിച്ചോളാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു. ഈ ലോകത്തിലെ എത്ര വലിയ സമ്പത്തുള്ള വ്യക്തിയും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിന്നാൽ വെറും അശുവാണ്, വെറും ഒരു പൊടി മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവിനുള്ളത്ര സമ്പത്ത് ഈ ലോകത്തിൽ ആർക്കുമില്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും സകല സമ്പത്തും ഈ ഭൂമിയുടെ ഉടയവനായവൻ, ഇതിനെ സൃഷ്ടിച്ചവൻ, അവന്റെ കയ്യിലുള്ള സമ്പത്ത് ഈ ഭൂമിയിൽ ആർക്കും അവകാശം പറയാനോ അതുമായിട്ട് താരതമ്യം ചെയ്യുവാനോ കഴിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ തിരുവചനം പറയുന്നു, അവൻ പാവപ്പെട്ടവനായി തീർന്നു, ഒന്നുമല്ലാതെ അവൻ മണിമാളികല്ല പിറന്നത്, അവൻ വെറും ഒരു തച്ചന്റെ മകനെന്ന് അറിയപ്പെടുവാൻ തക്കമാണ് ഇടയായത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആവശ്യങ്ങൾ ഈ ദിവസങ്ങൾ അതിൻ്റെ പരിപൂർത്തികൾ നടക്കുവാൻ വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സമ്പന്നനാക്കുവാൻ എന്നല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ ജീവിതത്തിൻ്റെതായ മണ്ഡലങ്ങളിൽ ഒരു ശൂന്യതകളും ഇല്ലാതെ എൻ്റെ ആവശ്യങ്ങൾ നടത്തി എന്നെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സ്വർഗത്തിൻ്റെ ഭണ്ഡാരത്തിനകത്ത് ഒരു കുറവുമില്ലെന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസഭയ്ക്കും ദൈവജനത്തിനും ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം. എന്നെങ്കിലേ ദൈവസഭയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. പ്രോസ്പെരിറ്റി ഗോസ്പൽ അത് വേറെയാ. പക്ഷേ ദൈവ മക്കൾക്ക് സ്വയം പര്യാപ്തതയിലേക്ക് ദൈവം അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കാരണം പിശാച് പലപ്പോഴും ബന്ധിക്കുന്നത് സാമ്പത്തിക മണ്ഡലങ്ങളെ ബന്ധിച്ച് ദൈവസഭയിൽ നടക്കേണ്ടുന്ന ദൈവവേലകൾ നടക്കുവാൻ തടസ്സമായി നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ ദിവസങ്ങൾ അതിനുമേൽ പ്രവർത്തിച്ച് ഏതെങ്കിലും കടഭാരത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം വേണം. എൻ്റെ ദൈവം സകല കടച്ചീട്ട് പാപത്തിന്റെ കടച്ചീട്ട് മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ സകല മണ്ഡലങ്ങളുമുള്ള കടങ്ങളെയും കർത്താവ് കാൽവരിയുടെ ക്രൂശിൽ തീർത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പൊ നാളെ കടഭാരം മാറുന്ന ഞാൻ പറയുന്നില്ല, പക്ഷേ കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചിരിക്കും. ഈ സത്യമാർഗത്തിൽ നടക്കാൻ തയ്യാറാണോ ബാക്കി തന്നെ അതിൻ്റെ കൂടെ വന്നിരിക്കും. അങ്ങനെ അനുഭവിച്ചവരോട് ദൈവത്തെ സ്തോത്രം ചെയ്യുക. കടഭാരം മാറാൻ സ്തോത്രം. മറ്റൊന്നുമല്ല നമ്മൾ വരുന്നത്. പക്ഷേ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സൈക്കിളെ വന്നിട്ട് ബെൻസേ പോകുന്നെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ എൻ്റെ ദൈവം നടത്തുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അനുഭവിച്ചവരുണ്ടെങ്കിൽ കർത്താവ് സ്തോത്രം. എത്രയോ അനുഭവങ്ങളെ കണ്ടിട്ടുണ്ടെന്നത് നമ്മളെ പൈശാചികമായ മണ്ഡലങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തുവാൻ കൂടിയാണ്. എല്ലാ മാനസിക തലങ്ങളിൽ നിന്നും നമ്മളെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടിയാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ നമുക്ക് വായിക്കാം. നമുക്ക് സുപരിചിതമായൊരു വേദവാക്യമാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഉദ്ഘാടന പ്രസംഗം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്നിട്ടാണ് 61-ാം അധ്യായത്തിൽ നിന്നാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഫസ്റ്റ് പബ്ലിക് മിനിസ്ട്രി തുടങ്ങുന്നത്. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജൂബിലി ഇയർ എന്ന് ഇസ്രായേൽക്കാർക്കൊരു 50 വർഷം കഴിയുമ്പം ഇവരുടെ ജീവിതത്തെ എല്ലാ കടങ്ങളെയും ദൈവം ഇളച്ചു കളയും. ഈ പെന്തക്കോസ്ത് ദിനം 50 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം നമുക്ക് സാമ്പത്തിക യഹൂദനെ സംബന്ധിച്ചോ സമ്പത്തും കാര്യങ്ങളൊക്കെയാണത് അവരുടെ ശക്തി കേന്ദ്രം. പക്ഷേ
നമുക്കതിനപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. പെന്തക്കോസ്ത ദിനത്തിൽ 50 ദിവസം കഴിഞ്ഞപ്പം അവിടെ ജൂബിലി ഇയറിന്റെ സമയമായി. ദൈവജനത്തിന് ശാരീരികമായ മണ്ഡലങ്ങളിൽ, മാനസിക തലങ്ങളിൽ, വൈകാരിക തലങ്ങളിൽ, ഹല്ലേലൂയ സ്തോത്രം, സാമ്പത്തിക മണ്ഡലങ്ങളിൽ, സകല മണ്ഡലത്തിന് മേലും ഒരു സ്വാതന്ത്ര്യത്തെ പകരുവാൻ ദൈവം സ്വർഗം തുറന്ന് തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവസഭയുടെ മേൽ ദൈവം പകർന്നു. ഹല്ലേലൂയ. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ, ഹല്ലേലൂയ, പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരുന്നവർ പെട്ടെന്ന് ഹല്ലേലൂയ 120 മേൽ കടന്നു വന്ന ദൈവശക്തി അവരുടെ മേൽ കടന്നു വന്നപ്പോൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ഭയപ്പെട്ടിരുന്ന ഒരു കൂട്ടം ജനം വാതിൽ തുറന്ന് പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് നിങ്ങൾ ക്രൂശിച്ചത്. ഹല്ലേലൂയ. ക്രൂശിച്ചത് നിങ്ങളാ. ഹല്ലേലൂയ. സത്യം പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് പലർക്കും പേടിയാവും സത്യം പറയാൻ. പക്ഷേ ഇന്ന് പകൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സത്യം ആരോടും പറയാനുള്ള ഒരു കൃപ, ഒരു ബലം, ഒരു ശക്തി കർത്താവേ എൻ്റെ മേലൊന്ന് പകരണമേ. അത് മാത്രമല്ല, ആദ്യം നമ്മൾ ഈ സത്യത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കണം. ഈ സത്യത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. ഈ സത്യത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന പോയി പറയും, അല്ലെങ്കിൽ എനിക്കിത് ദൈവം തന്നു, അല്ലെങ്കിൽ സഹോദര സഹോദരി നിങ്ങൾക്കും ഇത് ലഭ്യമാണ്. ഹല്ലേലൂയ. അല്ലാത്തവർക്ക് നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ ഈ ദിവസങ്ങൾ അതൊന്ന് സ്വാതന്ത്ര്യം അനുഭവിച്ചാൽ മതി. തുള്ളിയും ചാടിയും ദൈവസന്നിധി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആമേൻ. മുടന്തനെ പത്രോസ് സൗഖ്യമാക്കിയപ്പോൾ മുടന്തൻ നേരെ പോയത് ആലയത്തിനകത്ത് പോയിട്ട് ദൈവത്തെ സ്തുതിച്ചിട്ട് പറഞ്ഞു, എന്നെ ദൈവം സ്വതന്ത്രമാക്കി. എൻ്റെ 2 മുട്ടും ഇന്ന് വരെ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടില്ല. ആരൊക്കെയോ പിടിച്ചാണ് ഞാൻ നിന്നത്. പക്ഷേ ഒരുവൻ വന്നു, നസറേന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ തലയെ തൊട്ടില്ല, കാലെ പിടിച്ച് വലിച്ചില്ല. ആമേൻ. സ്തോത്രം. അവൻ പറഞ്ഞു, നസറേന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ നീ സൗഖ്യമാകേ. അവനെ നരയാണികൾ ഉറച്ച് അവൻ സ്വതന്ത്രനായി തീർന്നു. അവൻ വെറുതെ ഇരുന്നില്ല. അവൻ തുള്ളി, അവൻ ചാടി, അവൻ ദൈവത്തെ സ്തുതിച്ച് അവൻ എങ്ങോട്ട് വീട്ടിൽ പോയില്ല, നേരെ ആലയത്തിനകത്ത് കയറി സാക്ഷ്യം പറഞ്ഞു. സ്വതന്ത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നാട്ടുകാരോടും വീട്ടുകാരോടും സകലരോടും പറയും, കർത്താവേ എനിക്കൊരു സ്വാതന്ത്ര്യം എൻ്റെ യേശു തന്നു, നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യമുണ്ട്. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പകലിൽ ഏൽപ്പിക്കുക, കർത്താവേ ആ സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കാൻ, ആ ശക്തി എൻ്റെ മേൽ കടന്നു വരുവാൻ, ഞാൻ ബന്ധിക്കപ്പെട്ടവളായി നടക്കുവാനല്ല. ഈ ദിവസങ്ങൾ കർത്താവിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഈ ദിവസം അനേകരെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചത്. അപ്പൊ അനേക കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോ കർത്താവ് വന്നത് ആ ജൂബിലി ഇയറിനെ പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള സകല മാനവരാശിക്കും, ഇസ്രായേലിന് മാത്രമല്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനും ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവൻ അഭിഷേകം ചെയ്തത് അന്യഭാഷ പറയാൻ മാത്രമല്ല, ദൈവൻ അഭിഷേകം ചെയ്തിരിക്കുന്നത് രോഗിയെ സൗഖ്യമാക്കാൻ മാത്രമല്ല, ദൈവൻ അഭിഷേകം ചെയ്തിരിക്കുന്നത് ഈ സത്യം കൂടെ വിളിച്ചു പറയുവാനാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യമാക്കുവാൻ വേണ്ടിയാണ് യേശു എന്നെ വിളിച്ചത്. ഹല്ലേലൂയ. അനേകർക്ക് ഈ സത്യം വിളിച്ചു പറയാം. അനേകരെ ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ വേണ്ടിയാണ്. കർത്താവ് മനസ്സ് തകർന്നവരെ ഈ ദിവസങ്ങളിൽ സൗഖ്യമാക്കുവാൻ വേണ്ടിയാണ്. അപ്പം ബാക്കിയൊരു കാര്യം കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ബാക്കി എല്ലാ സൗഖ്യവും തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് കർത്താവിന് നമ്മുടെ മനസ്സിനെയും സൗഖ്യമാക്കാൻ കഴിയും. നമ്മുടെ മാനസികമായ ഒരു സ്വാതന്ത്ര്യം കർത്താവിന് നൽകുവാൻ കഴിയും. അപ്പം കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കാണിച്ച വഴിയിലൂടെ ഈ സത്യത്തിലൂടെ നടന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ നോക്കി, ജീവിതപാതയെ നോക്കി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ നടക്കുവാൻ തയ്യാറാണെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മളെ എത്തിക്കാൻ തക്കവണ്ണം ഇടയാകും. എബ്രായക്കാർക്ക് ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്ക് വായിക്കാം. കാണാതെ അറിയാവുന്ന ഒരു ഭാഗമാണ്. അവിടെ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകൻ, നമ്മുടെ നായകൻ,
ഹല്ലേലൂയ. സിനിമാ നടനല്ല, നമ്മുടെ മെഗാസ്റ്റാർ, നമ്മുടെ സൂപ്പർ സ്റ്റാർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ നായകൻ യേശുവാണ്. അല്ല, മറ്റേതെങ്കിലും നായകന്മാരുണ്ടെങ്കിൽ ആ നായകന്മാരെ വിട്ടിട്ട് യേശുവിന്റെ പിന്നാലെ വരാൻ തയ്യാറാവ്. അവൻ മോർണിംഗ് സ്റ്റാർ ആണ്. അവനപ്പുറം ഒരു സ്റ്റാറുമില്ല. ഹല്ലേലൂയ. സകല സ്റ്റാറിനെയും കരങ്ങൾ വഹിക്കാൻ കഴിയുന്നവന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ. അല്ലേ, മറ്റേതെങ്കിലും സ്റ്റാറുകൾ ഉണ്ടെങ്കിൽ അത് വിട്ടിട്ട് യേശുവിന്റെ പിന്നാലെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പൊ ഇന്ന് നോക്കേണ്ടത് അവന്റെ മുഖത്തേക്ക് നോക്കാം നമുക്ക്. തൻ്റെ ആമേൻ ആ പൂർത്തിപെടുന്ന യേശുവിനെ നോക്കുക. തൻ്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ സത്യത്തിന് സാക്ഷിയായി നിൽക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പലരെയും അവരെ നമ്മൾ പ്രസംഗിക്കും, പക്ഷേ ജീവിതം പ്രസംഗവുമായിട്ട് പലപ്പോഴും ഒരു യോജിപ്പില്ല. യേശു ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കണം. യേശു ക്രിസ്തു എന്ത് പറഞ്ഞോ അതെല്ലാം യേശു ക്രിസ്തു അതേപോലെ ചെയ്യുവാൻ തയ്യാറായി. അപ്പം നമ്മൾ എങ്ങനെ ഈ സത്യവിശ്വാസത്തിൽ നടക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുക മാത്രമല്ല ജീവിതത്തിൽ അനുവർത്തിക്കുക കൂടി ചെയ്തു. അതിനാധാരമായിരിക്കുന്നൊരു വചനം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:9 പറയുന്നു, അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചന വരാതെയും ഇരുന്നിരുന്നു. എന്ന് പറഞ്ഞാൽ അവൻ്റെ വായി സാഹസമൊന്നും ചെയ്തില്ല. സോദരൻ, ഇന്ന് നമ്മൾ പലപ്പോഴും സാഹസം ചെയ്യാനൊക്കെ തോന്നും, പിന്നെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ വെക്കും. ഹല്ലേലൂയ. ചിലർ പറയും ഞാൻ വിശ്വാസി വന്നോണ്ട്, അല്ലെങ്കിൽ പിന്നെ കാണിച്ചു തരാമെന്ന് പറയും. ഹല്ലേലൂയ. അങ്ങനെ പറയരുത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പം നമ്മള് സ്തോത്രം, ഇന്ന് കർത്താവ് ആ വായിൽ കർത്താവ് ഇന്ന് വരെ ആരോടും കർത്താവ് ശകാരിച്ചവനെതിരെ ശകാരിക്കാൻ പോയിട്ടില്ല. ആകെപ്പാടെ കർത്താവ് ചെയ്തത് പാലയത്തിൽ പ്രാവ് വയ്ക്കുന്നവരെയും പൊൻവാണിഭക്കാരെയും അവരുടെ മേശകൾ തട്ടിമറിച്ചു. ചാട്ടവാടെടുത്ത് ആരെയും അടിച്ചിട്ട് പോലുമില്ല. സ്തോത്രം. സകലരെയും പുറത്താക്കി. അവൻ്റെ അധികാരത്തിന് മുമ്പിൽ നിൽക്കുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞതില്ല. സത്യം അസത്യം കണ്ടാൽ കർത്താവ് വെറുതെ ഇരിക്കത്തില്ല. അവൻ അസത്യത്തിന് കൂട്ടു നിൽക്കുന്നവനല്ല. ഈ പ്രസംഗം പറയുന്നത് എൻ്റെ ജീവിതത്തിലും അവൻ അസത്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ എന്നെ ദൈവം നിൽക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സത്യത്തിന്റെ സാക്ഷികളായിട്ടാണ് സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്. ആമേൻ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരു വായിലൊരു വഞ്ചന പോലും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ അറിയാതെ ചില കള്ളങ്ങളൊക്കെ പറയും. അപ്പോൾ പക്ഷേ കർത്താവ് ഈ 7 ആയുധങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഈ 7 ആയുധങ്ങളിലെ ആദ്യത്തെ ആയുധം എന്താണെന്ന് നമുക്കറിയാലേ? സത്യം. സത്യമാണ്. സ്തോത്രം. 7 ആയുധമുണ്ട്. 7 ആയുധത്തിൻ്റെ ഫസ്റ്റ് ആയുധം ഈ ബെൽറ്റാണ്. ഹല്ലേലൂയ. ഈ ബെൽറ്റ് കെട്ടിയില്ലെങ്കിൽ സ്തോത്രം നമ്മളെ ശത്രു നഗ്നനാക്കാൻ തക്ക മഴയാകും. അപ്പോൾ ഈ സത്യം അരക്ക് കെട്ടി ഈ സത്യത്തിൻ്റെ അകത്താണ് ഇത് വെച്ചിരിക്കുന്നത്. അതാ ഈ വാള്. അപ്പം ഈ സത്യമില്ലാതെ വാള് വെച്ചിട്ട് കാര്യമില്ലത്. ഇപ്പം ബെൽറ്റ് ഉണ്ടെങ്കിലേ ഏതാ അല്ലെ വാള് എടുക്കാൻ പറ്റുള്ളൂ. സോദരം. അവൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ സത്യം അരക്ക് കെട്ടിയും നീതി എന്ന കവചം, രണ്ടാമത്തേതാണ് നീതി. എല്ലാ ആയുധങ്ങളെയും പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നത് ഈ സത്യമാണ്. അപ്പം ഈ മാനവരാശി എങ്ങനെയാണ് വീണ് പോയത്? ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി പറയുന്നൊരു വിഷയമാണ്. പക്ഷേ എത്ര പറഞ്ഞാലും എത്ര ചിന്തിച്ചാലും സ്വതന്ത്രം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ മനുഷ്യനെ പിശാച് വീഴ്ത്തിയത് രണ്ട് കള്ളവാണ് പറഞ്ഞു നിൽക്കുന്നത് അല്ലേ? അവിടെ വന്നിട്ട് പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെ, നീ കഴിച്ചാൽ ബാക്കിയെല്ലാം ശരിയായിരുന്നു, ദൈവത്തെ പോലെ ആയി തീരുമെന്ന് പറഞ്ഞു. ഒരു കള്ളം പറഞ്ഞു. നീ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ മരിച്ചോ? ദൈവം പറഞ്ഞു നീ മരിക്കുന്നു പറഞ്ഞു. ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല, അത് പിശാച് പറഞ്ഞ.
അപ്പൊ ഈ ദൈവവചനത്തിനകത്തില്ലാത്ത ഒരു കാര്യവും എടുക്കരുത്. സ്തോത്രം. അതിന് പുസ്തകം പഠിക്കണം, പുസ്തകം നമ്മൾ വായിക്കണം. ഹല്ലേലൂയ. ഞാൻ ഒരുപാട് വായിക്കാറുണ്ട്, പക്ഷേ സ്വതം ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അപ്പം ഞാൻ വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട്. സ്വതം പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുസ്തകം നന്നായി പുസ്തകം ഈ ബൈബിള് സ്തോത്രം നമ്മൾ നന്നായിട്ട് വായിക്കണം. സ്തോത്രം. അത് വായിച്ചാൽ നമുക്കെല്ലാം മനസ്സിലാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഉറങ്ങാൻ പറ്റിയ പുസ്തകമാണ് ബൈബിള്. സ്തോത്രം. പലരും ഇത് തലയ്ക്ക് വെച്ചാൽ കിടന്ന് ഉറങ്ങുന്നത്. അതുകൊണ്ട് ചിലർക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ പുസ്തകം വായിച്ചാൽ ഉറക്കം കിട്ടുമെന്ന് സ്തോത്രം ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഉറങ്ങാനുള്ള പുസ്തകമല്ല, ഇത് ജീവനിലേക്ക് നയിക്കുന്ന പുസ്തകമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ചിലർ ഇത് തലയുടെ പുറകെ വെച്ചിട്ട് പിശാചി വരത്തില്ലെന്ന് വിചാരിക്കും. സ്തോത്രം. ഇത് തലയുടെ പുറകെ വെച്ചാൽ കൈയുടെ പുറത്ത് വെച്ചിട്ടാന്ന് പൈശാചി വണ്ണം സ്വപ്നം കാണാതെ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ എന്നെ തുറത്തില്ലെന്ന് വിശ്വസിക്കുന്നില്ല. അതൊന്നുമല്ല. ഇത് അകത്ത് വരണം. ഇത് അകത്ത് കയറിയാൽ വിടുതല. ഇതിന്റെ വെളിപ്പാടകത്ത് പ്രാപിച്ചാൽ വിടുതല. ഇതിന്റെ വെളിപ്പാടകത്ത് കയറിയാൽ സ്വാതന്ത്ര്യമാ. അതിനെ മൂടുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, പൈശാചിക മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരുമിച്ച് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ പിശാചിന്റെ പരിപാടി എന്താന്ന് ചോദിച്ചാൽ നമ്മളെ നഗ്നരാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പരിപാടി. നമ്മളെ നിന്ദാവിഷയമാക്കുവാനാണ് പിശാച് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ അവർ നഗ്നരാക്കി ക്രൂശിൽ അവൻ തറച്ചത്. അവൻ കൂത്തുകാഴ്ചയായി തീരുവാൻ, ദൈവമക്കളുടെ സാക്ഷ്യത്തെ മാറ്റുവാൻ, അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ അവൻ മറയ്ക്കുവാനാണ് പിശാചിന്റെ പദ്ധതി. കാരണം ചിന്തിച്ചു നോക്കുക, ആദാമും ഹവ്വയും കള്ളം വിശ്വസിച്ച് അപ്പം എടുത്ത് ഭക്ഷിച്ച്, ഹവ്വ മാത്രമല്ല ഭക്ഷിച്ചത്, ഹവ്വ ഭക്ഷിച്ച് അച്ചായനെ കൂടെ വിളിച്ചു, ആദാമെ ഓടി വരാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു, ആദാമെ നീ എവിടെയാന്ന്? ഹവ്വ പറഞ്ഞു, ആദാമേ വാ, നല്ലൊരു പഴം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പൊ ഇത് കഴിച്ചാൽ നിങ്ങൾ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇത് രണ്ടുപേരും ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്, അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പൊ അവർ ബെൽറ്റ് ഉണ്ടാക്കി, അവർ ഉടയാട ധരിച്ചിട്ട് സ്തോത്രം അവർ ദൈവസന്നിധിയിൽ അവർ ഓടി ഒളിക്കുകയാണ്. അപ്പൊ ശത്രുവിന്റെ പദ്ധതി ഈ സത്യത്തിൽ നിൽക്കാൻ ഇടയാകുന്നില്ലെങ്കിൽ ശത്രുവിന് നമ്മുടെ ജീവിതത്തിന് മേൽ എപ്പോഴും ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരു സ്വാധീനം കാണും. അതുകൊണ്ട് ദൈവിക സത്യത്തിന്റെ പരിപൂർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ ശത്രുവിന്റെ ശക്തി കേന്ദ്രമാണ്. ഹല്ലേലൂയ. ഹാഫ് ട്രൂത്ത് കനോട്ട് സേവ് യു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൂർണ്ണ, ഞാനെല്ലാം അറിയാവുന്ന എല്ലാ സത്യത്തിലും ഞാൻ നിലനിൽക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുപാട് സത്യങ്ങൾ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോന്നോരോന്നായി ഓരോ കെട്ടുകൾ അഴിയാൻ തുടങ്ങും. ഓരോ മണ്ഡലത്തിൽ ദൈവം സ്വാതന്ത്ര്യം തരാൻ തയ്യാറാകും, നാം ഇടയാകും. അത് ഏറ്റെടുത്ത് ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടുന്നത് നമ്മുടെ ജീവിതത്തിലെ കാര്യമാ. നമ്മൾ ചെയ്യാൻ തയ്യാറാണോ? ഇന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തിന്റെ മേൽ ഭയത്തിന്റെ മണ്ഡലമായിരിക്കാം, ഒരു പക്ഷേ ഒരു പാപത്തിന്റെ സ്വാധീനമായിരിക്കാം, ഒരു പക്ഷേ ഇന്ന് വചനം വായിച്ചിട്ടും മനസ്സിലാകാതെ ആത്മീയ കണ്ണുകൾ മൂടിക്കിടക്കുന്നൊരു മണ്ഡലമായിരിക്കാം, ഏതെങ്കിലും ഒരു ദുസ്വഭാവമായിരിക്കാം. പക്ഷേ ആ മണ്ഡലത്തിന് മേൽ എനിക്ക് ചെയ്യാൻ തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. എന്നെ സ്വതന്ത്രനാക്കി മാറ്റുവാൻ, ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, ഒരു പ്രത്യാശ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസമില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ ദിവസങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് എന്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. സമരിയക്കാരനെ വഴിയിൽ കാണുമ്പോഴും അവർ കാണുന്നത്, അവരെ മുറിവേൽപ്പിച്ച് അവരെ വസ്ത്രങ്ങൾ നഗ്നരാക്കിയായിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സത്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിഞ്ഞാൽ ആ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകാത്ത അനവധി പേരുണ്ട്. ഹല്ലേലൂയ. അവരുടെ ആ സത്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നില്ലെങ്കിൽ പലപ്പോഴും പൈശാചിക മണ്ഡലം അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മണ്ഡലത്തിൽ പിടിമുറുക്കുവാൻ തക്കവണ്ണയാകും. ഹോശേയ പ്രവാചന പുസ്തകം 4:3 ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം അവിടെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടില്ലാത്തത് കൊണ്ട് ദൈവജനം മര്യാദ കേട്ട് നടക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.
നമുക്ക് ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ദൈവത്തിൻ്റെ സത്യം നമുക്ക് അതിൻ്റെ പൂർണ്ണതകളിൽ മനസ്സിലാക്കുവാൻ, അതിൻ്റെ വെളിപ്പാടിൽ നമ്മൾ നടക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പൂർണ്ണതയിലേക്ക് നമുക്ക് നടക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കാതെ കൊണ്ടാണ്. പക്ഷേ ഈ ദൈവവചനം നമുക്ക് എല്ലാത്തിനേക്കാളും, തേൻ കട്ടേക്കാളും മാധുര്യമല്ലാതായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലൊന്ന് പ്രാർത്ഥിക്കാവോ? സ്തോത്രം. കാരണം ഇത് വെളിപ്പെടാതെ നമുക്ക് സ്വാതന്ത്ര്യം വെളിപ്പെടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കാണാപ്പാടം വചനം പറയുന്നതല്ല, വചനത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനവധി മണ്ഡലങ്ങളിൽ ഒരു ദൈവിക സ്വാതന്ത്ര്യം വെളിപ്പെടുവാൻ തക്കവണ്ണയാകും. അവിടെ പരിശുദ്ധാത്മാവ്, കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അത് 2 തിമോഥെയോസിൻ്റെ ലേഖനം 3:7 പറയുന്നുണ്ട്, എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത ചില പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കാര്യമാണത്. എപ്പോഴും പഠിച്ചിട്ടും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ പൂർത്തിയിലേക്ക് വരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ചിലർക്ക് ഈ സത്യം അറിയാം, പക്ഷേ അവർക്കിഷ്ടമുള്ള ഭാഗം മാത്രം തിരഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം മാറ്റിവെക്കും. കാരണം ഇതിന് പൂർണ്ണമായിട്ടും അറിയുവാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഈ വചനത്തിന്റെ സത്യത്തിന്റെ പരിപൂർണത പരിശുദ്ധാത്മാവ് ഉള്ളിൽ തരത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന സുവിശേഷം ഈസ് എ ഫുൾ ഗോസ്പൽ. ചിലർ പറയുന്ന സുവിശേഷം വിശ്വാസത്തെ പറ്റി മാത്രമാണ്, ചിലർ സംസാരിക്കുന്ന പ്രോസ്പെരിറ്റിയെ പറ്റി മാത്രമാണ്, ചിലർ സംസാരിക്കുന്ന രോഗസൗഖ്യത്തെ പറ്റി മാത്രമാണ്, ചിലർ സംസാരിക്കുന്ന മാനസികമായ വിടുതലിനെ പറ്റി മാത്രമാണ്, മറ്റു ചിലർ സംസാരിക്കുന്നത് സ്വതന്ത്രം പ്രത്യേകമായ വിഷയങ്ങളെ പറ്റിയാണ്. പക്ഷേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഗോസ്പൽ, ദിസ് ഈസ് എ ഫുൾ ഗോസ്പൽ ആൻഡ് ഇറ്റ് ക്യാൻ കംപ്ലീറ്റ്ലി ഡെലിവർ us ഫ്രം എവറി ഏരിയാസ്. പൈശാചിക മണ്ഡലങ്ങളുടെ പിടിയിൽ നിന്നും, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്നും, ആത്മീയമായ വിടുതലിനും, എൻ്റെ മനസ്സിന്റെ പ്രകാശനത്തിന് വേണ്ടി, എൻ്റെ ബുദ്ധിയുടെ പ്രകാശനത്തിന് വേണ്ടി സകല മണ്ഡലങ്ങളും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന, എന്നെ സ്വാതന്ത്ര്യമാക്കാൻ കഴിയുന്ന ഹല്ലേലൂയ ഒരു സുവിശേഷമാ ദൈവം കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിശുദ്ധാത്മാവാണ് ഒരുവൻ്റെ ഉള്ളിൽ ഈ സത്യം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പൗലോസിന് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു, പക്ഷേ വചന വെളിപ്പാടില്ലായിരുന്നു. ഹല്ലേലൂയ. മുഴുവൻ അറിയാമായിരുന്നു, ബാക്ക് ഓഫ് ദ ഹാൻഡ് പോലെയായിരുന്നു. ഇതിനകത്ത് എഴുതിയ ഡോട്ടും കോമയും ഹീബ്രു ലൈനിനെ പറ്റി നമുക്കറിയാലോ. അതിൻ്റെ ചെറിയൊരു ഡോട്ട് മാറിയാൽ കംപ്ലീറ്റ് മാറും. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് മുഴുവൻ ഗമാലിയലിൻ്റെ കാൽ കീഴിൽ പഠിച്ച ബെസ്റ്റ് ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് ഏറ്റവും നല്ല റാങ്ക് മേടിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ ഇതിനകത്ത് കിടന്ന വെളിപ്പാട്, ഇതിനകത്ത് കിടക്കുന്ന യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ദമസ്കസിലേക്ക് ദൈവജനത്തെ തകർക്കുവാൻ അധികാരപത്രം മേടിച്ച് ഈ സത്യത്തെ മൂടുവാൻ ഒരുവൻ പോകുമ്പോൾ ഹല്ലേലൂയ ദൈവം പറഞ്ഞു, എനിക്കിവനെ ആവശ്യമുണ്ട്. കാരണം ഇതിനകത്ത് കിടക്കുന്ന വചനം വെളിപ്പെട്ടാൽ ഹല്ലേലൂയ ദൈവസഭയ്ക്ക് അത് അസത്തായിരിക്കും. എത്ര ഘനമേറിയ ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറുമ്പോൾ 2026 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന്റെ വെളിപ്പാടിന്റെ പരിപൂർത്തി കാണുവാൻ അതിനുശേഷം വന്ന ഒരു വ്യക്തിക്ക് പോലും സാധിച്ചിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ കണ്ണുകളെ മൂടുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. ആ മൂടുപടം മാറുന്നത് ക്രിസ്തുവിലാണ്. മോശയുടെ മുഖത്തിട്ട മൂടുപടം പാരമ്പര്യത്തെ കാണിക്കുന്നു. പക്ഷേ കർത്താവ് ആത്മാവാകുന്നു. ആത്മാവിലാണ് സകലതും വെളിപ്പെടുന്നത്. ആമേൻ. അവിടെ അദ്ദേഹം പോയി ഉപവസിച്ചെന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം തന്റെ പാപങ്ങളെ ഒന്ന് ഏറ്റു പറഞ്ഞു.
ഈ വചന വെളിപ്പാട് കിട്ടണമെങ്കിൽ നമ്മൾ ദിനംതോറും നമ്മുടെ കുറവുകളെ കർത്താവിന് മുമ്പിൽ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ദൈവിക വെളിപ്പാടുകൾ നൽകുവാൻ തക്കവണ്ണം ഇവിടെയാകും. ആമേൻ. അപ്പോൾ സ്തോത്രം. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് ഇന്ന് ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, മറ്റുള്ളവരോട് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇതിനകത്തുള്ള ദൈവിക സത്യത്തിൻ്റെ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ പ്രാപിച്ച് നമ്മൾ തന്നെ അനുഭവിക്കാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ ഒരു താല്പര്യം വരത്തുള്ളൂ. കർത്താവായ ഈശോ മിശിഹ എനിക്ക് വേണ്ടി എന്തിന് കാൽവരി ക്രൂശിൽ മരിച്ചു എന്നതിനെപ്പറ്റി ഒരു ഫിലിപ്പോസിനെ ദൈവം എഴുന്നേൽപ്പിച്ച് ഷണ്ണൻ്റെ അടുക്കൽ എത്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവിക വെളിപ്പാട് അദ്ദേഹത്തിന് പകർന്നു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന മൂടുപടം മാറി. കർത്താവായ യേശു ക്രിസ്തു എന്ന കുഞ്ഞാട് എന്തിനു വേണ്ടി ഭൂമിക്ക് അടിസ്ഥാനപ്പെടുത്തുമ്പോൾ അവൻ കുഞ്ഞാട് അറുക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ള സത്യം വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ അതിന്റെ സത്യം മനസ്സിലാക്കിയ ഭണ്ഡാര വിചാരകൻ പിന്നെ അടങ്ങിയിരുന്നില്ല. അദ്ദേഹം പോയി എന്തിന് താമസിക്കണം, നമുക്ക് ഇപ്പോൾ തന്നെ സ്ഥാനപ്പെടാം, കുളമുണ്ട്, ആളുണ്ട്, സോമം താമസിക്കണ്ട, നമുക്ക് ഇപ്പോൾ തന്നെ ഈ വചനത്തിന് സത്യം തിരിച്ചറിഞ്ഞപ്പോൾ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് കാൽവരി ക്രൂശിൽ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ആ ദൈവ സ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ഈ സത്യം പറഞ്ഞു ഫലിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. പരിശുദ്ധാത്മാവ് മാത്രമേ നമുക്ക് ഈ വെളിപ്പാട് നൽകാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ നീതിന്യായ കോടതിയെ പറ്റിയും രക്ഷാകര പദ്ധതിയെ പറ്റിയും അനേകർക്ക് അറിയണമെങ്കിൽ ഈ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ വിശ്വസ്തതയെ പറ്റി അറിയണമെങ്കിൽ ഈ വചനത്തിന്റെ വെളിപ്പാട് അകത്ത് കയറണം. നമ്മുടെ ഭയങ്ങൾ മാറിപ്പോകും. ദൈവം എന്നെ കൈവിടത്തില്ലെന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ വർദ്ധിക്കും. കേൾവിയിലൂടെയാണ് വിശ്വാസം വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നിത്യത നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായി പലരും പറയും. അതൊരു അങ്ങനെ ഉണ്ടായിരിക്കാമില്ലായിരിക്കാം, അല്ലേ? ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ വല്ലതൊക്കെ ജീവിച്ച് പോയാൽ മതി, നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു പോയാൽ മതി, അല്ലേ? സോദരം, ആരും നമ്മളെ നിന്ദിക്കാൻ പാടില്ല, ആരും നമ്മളെ സോദരം നല്ലൊരു പേരുമൊക്കെ വേണം, അല്ലേ? പലരും നമ്മളെയൊക്കെ അറിയാം. പക്ഷേ ഈ നിത്യത ഉണ്ടെന്നുള്ളൊരു വാസ്തവമാണെന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്? ഇതൊരു വാസ്തവമാണോ? ഇത് വാസ്തവമാണോ? ഹല്ലേലൂയ. അവന്റെ വിളിയാൽ ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. ദൈവസഭയിലെ ദൈവമക്കൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ മഹിമാധനം എന്താണെന്ന് തിരിച്ചറിയാം. ചെയ്യുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത്, എനിക്കില്ലായ്മയായി തീർന്നത്, എനിക്ക് അനുഭവിക്കാൻ കഴിയാത്തതൊക്കെ വെറും നിസ്സാരമാണ് എനിക്ക് കർത്താവ് തരാൻ പോകുന്നത്. നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും നിങ്ങൾ അരിഷ്ടന്മാരാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ മാത്രമല്ല നമ്മുടെ ആശ. ഇവിടെ വെച്ചോ, കുഴപ്പമില്ല, സ്വതന്ത്രം. പക്ഷെ ഇവിടെ മാത്രമല്ല, ഇതൊക്കെ അല്പം നേരത്തേക്കേ ഉള്ളൂ. സ്വതന്ത്രം നിത്യ യുഗായുഗങ്ങളോളം ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത് ഇന്ന് ഒരു സമ്പന്നൻ, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ സമ്പന്നന് പോലും സ്വപ്നം കാണാൻ കഴിയാത്തത് എൻ്റെ ദൈവം എനിക്ക് ഒരിക്കലും എത്ര വിശ്വസിക്കുന്നുണ്ട്? എത്ര വിശ്വസിക്കുന്നില്ല? വിശ്വസിക്കുന്നത് പിശാച് പറ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ നിരാശ യേശുവിനകത്ത് മാറട്ടെ. ഹല്ലേലൂയ. 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 എനിക്ക് വേണ്ടി ഒരുവൻ അതിനുവേണ്ടി ഓൾറെഡി പ്രവർത്തിച്ചു കഴിഞ്ഞു. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കിയിട്ട് വീണ്ടും മടങ്ങി വരാൻ സമയമായി. എത്ര പേർ വിശ്വസിക്കും യേശു വരുന്ന? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അത് ഇത് കെട്ടുകഥയല്ല, ഇത് കഴിവക്കഥയല്ല, ഇത് പഴങ്കഥയല്ല, ഇതെന്നും പറയുന്ന കഥയല്ല. ഇതൊരു സത്യമായി. യേശു വരും, യേശുവിനെ ചേർക്കാൻ വരും. അവൻ മാനമേഘത്തിൽ തന്നെ വരും. അതുപോലെ പോയി യേശു എങ്ങനെ പോയോ അതുപോലെ തന്നെ അവൻ മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവങ്ങളിനത്? കർത്താവേ, എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ, എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ച് എന്റെ ചുറ്റുമുള്ള വിഷയങ്ങളെ കണ്ടിട്ട് ചുറ്റുവട്ടങ്ങളുള്ള ആരെയും നോക്കി ഞാൻ നിരാശപ്പെടുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി മടങ്ങി പോകാം. കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല,
സാരമില്ല. നിത്യതേജസിംഹനമോത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ കണ്ണുനീർ കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും മക്കളെ പോലെ നാം പറന്നു വളനിൽ ഭാവിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ പറന്നുയരും പ്രാണന്റെ പ്രിയനാം സ്വർഗീയ മണിയറ വരും വാനമേഘത്തിൽ മയങ്ങാൻ ഇനിയും സമയമില്ല. മധുവാശിങ്ങൾ മണൽ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോലും. വരും വാനമേഘത്തിൽ മയങ്ങാൻ ഇനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മണൽ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോലും. കഷ്ടങ്ങൾ സാരില്ല. ഓ കണ്ണുനീ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീ സാരമില്ല. ജാതികൾ എതിർത്തിടുമ്പോൾ ജഗത്തിൽ പീഡകൾ പെരുകിടുമ്പോൾ ജാതികൾ ജാതിയോ എതിർത്തിടുമ്പോൾ ജഗത്തിൽ പീഡകൾ പെരുകിടുമ്പോൾ ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ ജീവന്റെ വേഗം വന്നിടും. ജാതികൾ ജാതിയോ ഓ ജഗത്തിൽ പീഡകൾ പെരുകിടുമ്പോൾ ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ ജീവന്റെ നായകൻ വേഗം വന്നിടും. കഷ്ടങ്ങൾ സാരമില്ല. ഇല്ല കണ്ണുനീ സാരമില്ല. ഓ കഷ്ടങ്ങൾ സാരമില്ല. ഇല്ല ഓ കണ്ണുനീ സാരമില്ല. ഘനമോത്തിടുമ്പോൾ ഓടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീ സാരമില്ല. യുദ്ധവും ക്ഷാമവും കമ്പങ്ങളും യുദ്ധത്തിൻ സ്തുതിയും ഓ യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ സ്തുതിയും കേൾക്കുന്നില്ലയോ. ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ. യേശുവിൻ ജനമേ ഒരുങ്ങുകനാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ സ്തുതിയും അയ്യോ ഇസ്രായേലിൻ ദൈവം ഒരുങ്ങുന്നേ. യേശുവിൻ ജനമേ ഒരുങ്ങുകനാം. കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീ സാരമില്ല. നിസാരമെന്ന് കഷ്ടങ്ങൾ സാരമില്ല. വരാനിരിക്കുന്ന മഹത്വം കണ്ണുനീ സാരമില്ല. നിത്യ തേജസ്സിന്റെ ഓ നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഓടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ ഓ കണ്ണുനീ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും ആണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സഖിയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും മക്കളെ പോലെ നാം ഓ പ്രാണന്റെ പ്രിയനാം മണവാളനിൽ ഓ കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീ സാരമില്ല.
സിംഹനമൊത്തിടുമ്പോൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. മനവാളൻ വരും പാലമേഘത്തിൽ മയങ്ങാൻ സമയമില്ല. ഓ മധ്യാകാശത്തിങ്കൽ ഒരു ദിവസം ഞാൻ പറന്നു പോകും, ഞാൻ പറക്കും. മണവാളൻ വരും. വിശ്വസിക്കുന്നവർ മയങ്ങാൻ സമയമില്ല. ദൈവസഭ എഴുന്നേൽക്കാം. ശക്തിങ്കൽ മഹൽ ദിനത്തിൽ മനവാട്ടിയായി നാം മറന്നു പോകും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. ഓ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. നിത്യതേജസ്സിൻ ഓ നോടി നേരത്തേക്കുള്ള കണ്ണുനീ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീ സാരമില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വരാനിരിക്കുന്ന മഹത്വത്തെ തുലനം ചെയ്യുമ്പോൾ ആമേൻ എൻ്റെ കഷ്ടങ്ങൾ നിസ്സാരമെന്ന് ഞാൻ എണ്ണുന്നു. ഇന്ന് ആരെങ്കിലും നിരാശയോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം വരാനിരിക്കുന്ന മഹത്വം ഇന്ന് അനുഭവിക്കുന്ന ഏത് നഷ്ടമാണെങ്കിലും, ഏത് കഷ്ടമാണെങ്കിലും, ഏത് ദുഃഖമാണെങ്കിലും, ഏത് രോഗമാണെങ്കിലും വിശ്വാസത്തോടെ പറയണം, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ഗ്രഹിച്ചിട്ടില്ല. ദൈവം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ആമേൻ ഒരുക്കിയത് ഒരു കണ്ണും കണ്ടിട്ടില്ല. സ്തോത്രം. അതെന്താണെന്ന് ഒരു ദിവസം ദൈവം വെളിപ്പെടുത്തും. ആമേൻ. അത് ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് അതിൻ്റെ വെളിപ്പാട് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മൾ അനുഗ്രഹിച്ച് ആസ്വദിച്ച് മടക്കി അയക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിങ്ങൾ മടങ്ങിപ്പോകുന്നുവല്ലോ. ആ പിരിയാത്ത സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സമയം അവിടെ ഞങ്ങളുടെ മേൽ കരം വെച്ച് ഞങ്ങളെ ആശീർവദിക്കണം, അവിടെ ഞങ്ങളെ മടക്കി അയക്കണം. ഈ വരുന്ന ആഴ്ച കർത്താവ് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളാക്കി കർത്താവ് മാറ്റണം. ദൈവപ്രവർത്തികൾ കാണുവാടെയാകണം. അനേകരോട് ഈ സദ്വാർത്ത അറിയിക്കുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണിച്ചു പോകുവാൻ ഈ ദിവസങ്ങൾ ശക്തി പ്രാപിക്കുന്ന ആളുകളാക്കി ദൈവം ഞങ്ങളെ മാറ്റുന്നതിനായി സ്തോത്രം. ആത്മീയഗണങ്ങളെ ദൈവം പ്രകാശിപ്പിക്കുന്നതിനായി സ്തോത്രം. സ്വപ്നങ്ങളുടെ ദർശനങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെല്ലാം കർത്താവിനെ നല്ല സാക്ഷികളാക്കി വെളിച്ചങ്ങളാക്കി കത്തി ശോഭിക്കുവാടെയാകണം. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ദിവസങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ ഒരുക്കുന്ന എല്ലാ പദ്ധതികളും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓ വഴികൾ തുറന്നു വരട്ടെ. ആമേ. അങ്ങനെ നാമത്തിൽ കഥാവ് ഈ ദിവസങ്ങളിൽ കഥാ മുഖാന്തരങ്ങൾ തുറക്കട്ടെ. ആമേ. ശത്രു ഏതെങ്കിലും മണ്ഡലത്തിന് ക്ഷയമെടുക്കുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് ജയം തന്നിരിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ ദിവ്യകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരം വെച്ച് അവിടുന്ന് ആശീർവദിച്ച് ഞങ്ങളെ മടക്കി അയക്കുന്നതിനായി സ്തോത്രം. ആമേ. ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ദൈവികാഗ്രഹങ്ങൾ, വ്യക്തിപരമായി രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവ ദിവസങ്ങൾ എന്നിവയിലെല്ലാം ദൈവപ്രവൃത്തി കാണുവാടെയാക്കാൻ പോകുന്നതിനായി സ്തോത്രം. കരങ്ങൾ താഴ്ത്തുന്നു. പ്രാർത്ഥന യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ തന്നെ സ്വർഗ്ഗപിതാവാം ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇവിടെ എല്ലാവരും കൂടെ കർത്താവിന്റെ വരവേക്കും കൽപ്പിക്കപ്പെട്ട വചനത്തോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരും കൂടെ ഇരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിന് മാത്രം മഹത്വം. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച ദൈവം നമുക്ക് നൽകുമാറാകട്ടെ.